അങ്ങനെ സൂപ്പർ കോപ്പ ഡി എസ്പാനിയ സെമി ഫൈനലിൽ ബാസ വേഴ്സസ് ബിൽബാओ മാച്ചാണ് നടന്നത്. ആ ഒരു മത്സരത്തിൽ ബാസ 2-0 വിൻ ചെയ്തു. നമ്മുടെ ഗ്യാവിയും അതേപോലെ തന്നെ ലെമിൻ യമാലാണ് ആ 2 ഗോൾ നേടി തന്നിട്ടുള്ളത്. ഗ്യാവിയുടെ ഭാഗത്ത് നിന്ന് ഗോൾ മാത്രമല്ല അസിസ്റ്റും വന്നിട്ടുണ്ടായിരുന്നു. നൈസായിട്ടുള്ളൊരു അസിസ്റ്റ് ആയിരുന്നു ലെമിൻ യമാലിന് ലഭിച്ചത്. ലെമീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പ്ലെയർ ഇഞ്ചുറിക്ക് ശേഷം കളിക്കുന്ന ആദ്യത്തെ മാച്ചായിരുന്നു. പ്ലെയറിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് കാണാൻ സാധിച്ചു. ഓവറോൾ ടീം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ശരിക്കും ഈ ഒരു മാച്ചിൽ ബാസയ്ക്ക് കൂടുതൽ ഗോൾ നേടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ പ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ല. ആ ഒരു ഒക്ടോബർ ടൈമിലുള്ള ബാസ ലെവലിലേക്ക് ഇപ്പോഴത്തെ ബാസ മാറുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഷെസ്നിക്കാണെങ്കിൽ ബാക്ക് ടു ബാക്ക് മാച്ചസ് കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചു. അപ്പോൾ ഈ ഒരു വർഷം തുടങ്ങിയപ്പോഴേക്കും 2 മാച്ചിൽ 2 ക്ലീൻ ഷീറ്റാണ് ഇപ്പോൾ ബാസയ്ക്ക് ലഭിച്ചത്. അതിൻ്റെ മെയിൻ റീസൺ ഷെസ്നിയാണ്. ഇപ്പോൾ ഫൈനലിൽ പ്ലെയർ അവൈലബിൾ ആവോ ഇല്ലയോ എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ പാവോ വിക്ടറിനും അതേപോലെ തന്നെ ഈ ഒരു ഡാനി ഓൾമോനും ഈ ഒരു മാച്ചിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല, പക്ഷേ ഫൈനലിൽ പ്ലെയർ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ 2 താരങ്ങളുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ടെമ്പററി രജിസ്ട്രേഷനാണ്. അത് പെർമനൻ്റ് ആവണമെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ലാലിഗയുടെ റൂൾസിൽ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. അപ്പോൾ കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഡാനി ഓൾമോ, പാവോ വിക്ടർ രജിസ്ട്രേഷൻ പെർഫെക്റ്റ് ആയിട്ട് നടന്നിരിക്കും. വലിയ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. എന്തായാലും കുറേ ലാലിഗ ക്ലബ്സ് ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇനി നടക്കാൻ വേണ്ടി പോകുന്ന സെമി ഫൈനൽ മാച്ച് എന്ന് പറയുന്നത് റയൽ മാഡ്രിഡ് വേഴ്സസ് മയോർക്ക മാച്ചാണ്. ആ ഒരു മാച്ചിൽ ആര് വിൻ ചെയ്യുന്നത് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഈ വരുന്ന ഫൈനൽ എൽ ക്ലാസിക്കോ ആയിരിക്കുമോ ഇല്ലയോ എന്നതെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.